മുഴുവൻ സ്കൂളുകളും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ടെക്നോളജി എഡ്യൂക്കേഷൻ. വിപ്ലവാത്മക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ രൂപം നൽകിയ വിവിധ പദ്ധതികൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ നിന്നും സയന്റിസ്റ്റുകളെയും ടെക് പ്രൊഫഷണലുകളെയും വാർത്തെടുക്കുന്നതിന് ടാൽട്രോപ്പുമായി കൈകോർത്ത് സ്കൂളുകളിൽ ഇൻവെന്റർ പാർക്കുകൾ ഒരുക്കും. ലോകം ടെക്നോളജി നിയന്ത്രിതമായി മാറുന്ന കാലഘട്ടത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ടെക്നോളജി എഡ്യൂക്കേഷൻ നേടുന്നതിനുമുള്ള അവസരം ഒരുക്കുന്ന ടാൽട്രോപ്പിന്റെ ടെക് അറ്റ് സ്കൂൾ പ്രോജക്റ്റും സ്കൂളുകളിൽ നടപ്പിലാക്കും. സ്കൂളുകളെ ടെക് ഡ്രിവൻ വേൾഡ് ആവശ്യപ്പെടുന്ന വിധത്തിൽ ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസ് ആക്കി മാറ്റുന്നതിനും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ടെക്നോളജിയിൽ ഉറച്ച ഫൗണ്ടേഷൻ ഉറപ്പുവരുത്തുന്നതിനും സഹായകമായ അനവധി പദ്ധതികൾക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരത്ത് നടന്ന KPSMA സംസ്ഥാന സമ്മേളനം അന്തിമ രൂപം നൽകിയിരുന്നു. മന്ത്രി ജെ ചിഞ്ചുറാണി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല MLA, തിരുവനന്തപുരം ഡിയോസിസ് മെത്രോപൊലീത്ത ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ്, K മുരളീധരൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ ദിവസങ്ങളിലായി പങ്കെടുത്ത സമ്മേളനം വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഇന്നവേറ്റീവായ ആശയങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് വിലയിരുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് KPSMAയ്ക്ക് കീഴിലുള്ള സ്കൂളുകളിൽ ടാൽട്രോപ്പിന്റെ ഇൻവെന്റർ പാർക്കുകളും ടെക് അറ്റ് സ്കൂൾ പ്രോജക്റ്റും ആരംഭിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച മാറ്റത്തിലൂടെയാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. AI കാലഘട്ടം, റോബോട്ടിക് കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന വരും തലമുറക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ടാൽട്രോപ്പും കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷനും KPSMAയും സംയുക്തമായി ഒരു നല്ല പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാഠഭാഗങ്ങളിൽ റിയൽ പ്രോജക്റ്റുകളിലൂടെ എക്സ്പീരിയൻസ് നേടിയ സയന്റിഫിക് തിങ്കിംഗ്, ക്രിട്ടിക്കൽ അനാലിസിസ്, പ്രോബ്ലം സോൾവിംഗ് തുടങ്ങിയ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുന്നതിന് ടാൽട്രോപ്പിന്റെ ഇൻവെന്റർ പാർക്കുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് മേഖലകളിൽ കരുത്തുറ്റ കരിയർ ഒരുക്കുവാൻ ഇൻവെന്റർ പാർക്കുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് കഴിയും. മലപ്പുറം ചേലമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട് നെന്മാറ RPM ഹയർ സെക്കൻഡറി സ്കൂൾ, കൊല്ലം ചാത്തിനാംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം തേവലക്കാട് SN UP സ്കൂൾ, കൊല്ലം ചെറിയവെളിനെല്ലൂർ KPM ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ KPSMA മുൻകൈയെടുത്ത് ടാൽട്രോപ്പിന്റെ ഇൻവെന്റർ പാർക്കുകൾ സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളിലുമായി ആകെ 140 സ്കൂളുകളിലാണ് ടാൽട്രോപ്പ് ഇൻവെന്റർ പാർക്കുകൾ ഒരുക്കുന്നത്. റോബോട്ടിക് ലാബ്, ആസ്ട്രോണമി ലാബ്, പ്രൊഡക്ഷൻ ലാബ്, അഗ്രോ ലാബ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബ് തുടങ്ങിയ ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇൻവെന്റർ പാർക്കുകളുടെ മറ്റ് പ്രത്യേകത. കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ ഇൻവെന്റർ പാർക്കുകൾ പ്രവർത്തിച്ചു വരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഹൈസ്കൂളാണ് നമ്മുടെ വിദ്യാലയത്തിൽ എന്നുള്ള കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ശാസ്ത്ര അഭിരുചിയുള്ള നിരവധി കുട്ടികളുണ്ടാവും. പക്ഷെ നമ്മുടെ സ്കൂളിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യവും സാധ്യതകളും വളരെ ചെറുതാണ്. ആ സമയത്താണ് ടാൽട്രോപ്പിന്റെ ഇൻവെന്റേഴ്സ് പാർക്ക് നമ്മുടെ വിദ്യാലയത്തിൽ ആരംഭിക്കുന്നത്. ശാസ്ത്ര അഭിരുചിയുള്ള കുട്ടികളെ ശാസ്ത്രജ്ഞന്മാരാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആശയമാണ് ടാൽട്രോപ്പ് ഇൻവെന്റേഴ്സ് പാർക്കിലൂടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഏതൊരു കരിയറിന്റെയും അടിസ്ഥാന ശിലയായി ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ടെക്നോളജി എഡ്യൂക്കേഷന് ഊന്നൽ നൽകി ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന തരത്തിൽ വിദ്യാഭ്യാസം നേടുന്നതിന് അവസരമൊരുക്കി ഓരോ സ്കൂളിനെയും ഹൈബ്രിഡ് സ്കൂളാക്കി മാറ്റുന്ന ടാൽട്രോപ്പിന്റെ ടെക് അറ്റ് സ്കൂൾ പ്രോജക്റ്റും കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന് കീഴിലുള്ള സ്കൂളുകളിൽ നടപ്പാക്കും. ഇപ്പോൾ ടാൽട്രോപ്പുമായി ചേർന്ന ഇൻവെന്റർ പാർക്ക് എന്ന ഒരു സിസ്റ്റം ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താൻ പോവുകയാണ്. കാരണം കുട്ടികളിലുള്ള കുട്ടിശാസ്ത്രജ്ഞന്മാരെ സ്കൂളുകളിൽ തന്നെ സൃഷ്ടിച്ചെടുക്കുക, അവർക്ക് അവരുടെ മേഖലകൾ, അവരുടെ കഴിവുകൾ ഏത് മേഖലയാണെന്ന് കണ്ടെത്തി ആ മേഖലകളിലേക്ക് അവരെ തിരിച്ചുവിടാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന പദ്ധതിയാണ് ഇതുകൊണ്ട് ടാൽട്രോപ്പ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ടാൽട്രോപ്പുമായി ചേർന്ന് ഈ സംഘടന നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഈ സംഘടനയിലെ അംഗങ്ങളുടെ പല സ്കൂളുകളിലെയും വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്.
വിദ്യാഭ്യാസ രംഗത്തെ നൂതന മുന്നേറ്റങ്ങൾ പ്രായോഗിക തലത്തിലെത്തിക്കുന്നതിൽ KPSMA നടത്തുന്ന ഇന്നവേറ്റീവായ ഇടപെടലുകൾക്ക് ടാൽഡ്രോപ്പിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ടാൽഡ്രോപ്പ് കോ ഫൗണ്ടർ ആൻഡ് CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. 40 എയ്ഡഡ് സ്കൂളുകളുടെ ഡെവലപ്മെന്റ്സ് ടാൽഡ്രോപ്പ് ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിന് എന്താണോ സ്കൂളിന്റെ പേർപ്പസ്, ഈ കാലഘട്ടത്തിൽ ഒരു സ്കൂളിന് എന്താണോ പേർപ്പസ്, ആ പേർപ്പസ് നമ്മൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിൽ ചില റിസ്ക് ടേക്കേഴ്സ് വരേണ്ടതുണ്ട്. എല്ലാം സ്മൂത്ത് ആയിട്ട് സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മൾ റിസ്ക് എടുക്കണം. ആ റിസ്ക് എന്തിനാ എടുക്കുന്നത്? ഒരു കുട്ടിയുടെ അവകാശത്തെ നമ്മൾ തടയരുത് എന്നുള്ളതാണ് സംവിധാനം. ഒരു കുട്ടിക്ക് ലോകം കാണാനുള്ള ഒരു അവകാശത്തെ നമ്മൾ തടയാൻ പാടില്ല. അവർക്ക് ലോകത്തിലേക്ക് ഗ്ലോബൽ സിറ്റിസൺസ് ആകാൻ വേണ്ടിയിട്ട്, അവർക്ക് സയന്റിസ്റ്റ് ആകാനും എഞ്ചിനീയർ ആകാനും ഓണ്ടർപ്രണർ ആകാനുള്ള അവകാശത്തെ നമ്മൾ തടയാതിരിക്കുക. ആ ഒരു പ്രിവിലേജിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വലിയ ഇനിഷ്യേറ്റീവ്സ് ഇവിടെ എടുക്കാൻ കഴിയും. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ടാൽഡ്രോപ്പുമായി ചേർന്ന് സ്കൂളുകളിൽ ലോക നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടെ ഇൻവെന്റർ പാർക്ക് ഒരുക്കുന്നതിലൂടെ സ്കൂളുകളിൽ നിന്നും സയന്റിസ്റ്റുകളെയും ടെക് പ്രൊഫഷണലുകളെയും വാർത്തെടുക്കുവാൻ കഴിയും. ലോകം ടെക്നോളജിയാൽ നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ടെക്നോളജിയിൽ മികച്ച ഫൗണ്ടേഷൻ നേടിയെടുക്കുന്നതിന്റെ അനിവാര്യത തിരിച്ചറിഞ്ഞാണ് സ്കൂളുകളിൽ ടാൽഡ്രോപ്പിന്റെ ടെക് അറ്റ് സ്കൂൾ പ്രോജക്ട് നടപ്പിലാക്കുന്നത് എന്നും KPSMA അറിയിച്ചു. കൗമുദി TV, തിരുവനന്തപുരം.